നമസ്കാരം. ഞാൻ ശക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം രാഹുർ ദശാകാലത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ്. രാഹുർ ദശാകാലത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് 1, 2, 3 വീഡിയോ ചെയ്തിരുന്നെങ്കിലും നമ്മളുടെ പ്രേക്ഷകർ രാഹുർ ദശാകാലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ രാഹുർ ദശാകാലത്തെക്കുറിച്ച് മാത്രം വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നു. രാഹുർ ദശാകാലം എന്നത് 18 വർഷം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു ദശാകാലമാണ്. അത് രാഹുർ ദശാകാലം എങ്ങനെയായിരിക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ രാഹുർ ദശാകാലം എങ്ങനെയായിരിക്കുമെന്ന് ഓരോരുത്തരുടെയും ജനന സമയത്ത് അവരുടെ ഗ്രഹനിലയിൽ രാഹുർ ശുഭനായിട്ട് നിൽക്കുന്നവോ, യോഗകാരകനായിട്ട് നിൽക്കുന്നവോ, അശുഭകാരകനായിട്ട് നിൽക്കുന്നവോ എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് രാഹുർ ദശാകാലത്തിൽ പൊതുവെ ഒരു വ്യക്തിക്ക് ഗുണമോ ദോഷമോ എന്ന് നമ്മൾ പ്രവചിക്കേണ്ടത്. എന്നാൽ രാഹുർ ദശാകാലം എന്ന് പറയുമ്പോൾ പൊതുവെ കുറച്ച് ചില ഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ രാഹുർ ദശാകാലം എന്ന് പറയുന്നത് 18 വർഷമാണ്. ഈ 18 വർഷവും രാഹുർ തന്നെയാണ് ആ ദശാനാഥൻ എങ്കിലും അപഹാരനാഥന്മാരായിട്ട് മറ്റുള്ള 8 ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങളിൽ ബാക്കി 8 പേരും മാറി മറിഞ്ഞു വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുർ ദശ 18 വർഷം, എനിക്ക് രാഹുർ ദശയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 18 വർഷവും നമ്മൾ ദശാനാഥനെ കുറിച്ച് പറയുമ്പോൾ രാഹുർ ദശാകാലം എന്ന് തന്നെയാണ് പറയുക. 18 വർഷത്തിൽ ഏകദേശം 2-2.5 വർഷം മാത്രമായിരിക്കും രാഹുറിൻ്റെ പൂർണ്ണമായ സ്വാധീനം ഒരു രാഹുർ ദശാനാഥനിൽ, ഒരു ദശാകാലം അനുഭവിക്കുന്ന വ്യക്തിയിൽ വീഴുക. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2 വർഷം 8 മാസം 12 ദിവസം. ഈ 18 വർഷത്തിൽ 2 വർഷം 8 മാസം 12 ദിനമാണ് രാഹുർ ദശാനാഥനായിട്ടും അപഹാരനാഥനായിട്ടും വരുന്നത്. ഈ കാലഘട്ടമായിരിക്കും രാഹുർ ദശാകാലം അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ രാഹുർ പൂർണ്ണമായിട്ടും ആ വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുന്ന സമയം. ഇപ്പം നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാം? 18 വർഷം രാഹുർ ദശാകാലം അല്ലേ? അതെ, 18 വർഷമാണ് രാഹുർ ദശാകാലം. 18 വർഷമാണ് രാഹുർ ദശാകാലമെങ്കിലും അതിനിടയിൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ അപഹാരകാലങ്ങൾ വരും. അതായത് ഉദാഹരണം പറഞ്ഞാൽ 18 വർഷം രാഹുർ ദശാകാലം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ, ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നത് രാഹുറാണ്. എന്നാൽ 2 വർഷം 8 മാസം 12 ദിവസമാണ് ആ മാനേജിങ് ഡയറക്ടർ ഫുള്ളായിട്ട് ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത്. ഈ 2 വർഷം 8 മാസം 12 ദിവസം കഴിഞ്ഞാൽ രാഹുർ മാനേജിങ് ഡയറക്ടർ സ്ഥാനത്ത് തന്നെ തുടരുമെങ്കിലും പകരം ചില ജനറൽ മാനേജർമാർ വരും ഈ വ്യക്തിയെ നിയന്ത്രിക്കാൻ. അതാണ് അപഹാരനാഥന്മാർ. ഉദാഹരണത്തിന് പറയുന്നതാണ്, അവരാണ് അപഹാരനാഥന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അപഹാരനാഥന്മാർ വരുമ്പോൾ രാഹുർ ദശാകാലമാണെങ്കിലും രാഹുർ ജാതകപ്രകാരം ദോഷകാരകനാണെങ്കിലും അപഹാരനാഥന്മാർ ശുഭന്മാരാണെങ്കിൽ ഗുണഫലങ്ങളുണ്ടാകും. ഇപ്പോൾ രാഹുർ ദശാകാലം എന്ന് പറഞ്ഞാൽ 18 വർഷവും നമുക്ക് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണെന്നോ, അതല്ലെങ്കിൽ രാഹുർ ദശാകാലം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജയോഗ തുല്യമായിട്ടുള്ള ഫലം നൽകുന്നവയാണ്, അത് ആ ദശാകാലം മുഴുവൻ കിട്ടുമെന്നോ അർത്ഥമില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ അപഹാര കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഇനി രാഹുർ ദശാകാലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് പ്രതീക്ഷിക്കാൻ പറ്റുക? രാഹുർ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ രാഹുർ ജാതകപ്രകാരം ശുഭനല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. രാഹുർ ദശാകാലത്തിൽ വിഷഭയം എന്നൊരു വാചകം ആചാര്യന്മാർ കാണുന്നു. വിഷാഗ്നി ഭയം എന്നാണ് പറയുക. വിഷം, അഗ്നി എന്നിവ മൂലം ഭയം ഉണ്ടാകണം. അതിൽ നമ്മൾ വിഷഭയത്തെ എടുത്താൽ കടന്നൽ, തേനീച്ച, കടന്നൽ കുത്തുക, തേനീച്ച കുത്തുക, പട്ടി കടിക്കുക,
പട്ടി മാന്തുക, പൂച്ച കടിക്കുക, പൂച്ച മാന്തുക, പാമ്പ് കടിക്കുക, മുള്ളൻ പന്നിയിൽ നിന്നുള്ള ആക്രമണം നേരിടുക, പഴുതാര കുത്തുക, ചിലന്തി വിഷമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുക, എട്ടുകാലി കടിക്കുക, തേള് കുത്തുക, അട്ട കടിക്കുക, പുഴുക്കൾ, ഏതെങ്കിലും തരത്തിലുള്ള കൃമിശല്യം, പുഴുവിൻ്റെ ശല്യം ഇവയുണ്ടാവുക, പല്ലി വിഷമുള്ളിപ്പോവുക, ഇങ്ങനെയൊക്കെയുള്ള വിഷഭയങ്ങളെ കരുതിയിരിക്കണം രാഹുർ ദശാകാലത്തിൽ. കാരണം ഇത് ഇങ്ങനെ ഈ വിഷഭയവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ കാരണം രാഹുർ എന്ന് പറയുന്നത് തന്നെ ഒരു അസുരനാണ്. സംഹികേയൻ എന്ന് പറയുന്ന അസുരൻ ദേവന്മാരും അസുരന്മാരും കൂടെ പാലാഴി കടന്ന സമയത്ത് അതിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണെന്നും അതിനുശേഷം അമൃതകുംഭം മഹാവിഷ്ണുവിൽ നിന്നും തട്ടിയെടുത്ത് അസുരന്മാർ കൊണ്ടുപോയി. അസുരന്മാരിൽ നിന്നും മഹാവിഷ്ണു മോഹിനി വേഷം കൊണ്ട് തിരികെ പിടിച്ചു. അത് മോഹിനി വേഷം കൊണ്ട് തിരികെ പിടിച്ച മഹാവിഷ്ണു ദേവലോകത്ത് എന്ന് ദേവന്മാർക്കത് വിളമ്പി കൊടുക്കുന്നതിനിടയിൽ ദേവന്മാരെ പോലെ വേഷപ്രച്ഛന്നനായി ഒരു അസുരൻ കടന്നുകൂടുകയും അത് അസുരനാണെന്നറിയാതെ മഹാവിഷ്ണു ആ അസുരൻ്റെ വായിലേക്ക് അമൃത് വിളമ്പി കൊടുക്കുകയും വിളമ്പിയ അമൃത് കണ്ഠനാളത്തിൽ നിന്നും താഴോട്ട് ഗമിച്ച സമയത്ത് സൂര്യേന്ദ്രന്മാർ ഈ അസുരൻ്റെ തേറ്റപ്പല്ലുകൾ, കൂർത്തിരിക്കുന്ന പല്ലുകൾ കാണുകയും അവർ അത് അമൃത് കൊടുത്തത് ദേവനല്ല അസുരനാണെന്ന് പറയുകയും അതിനെ തുടർന്ന് മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ സുദർശന ചക്രം കൊണ്ട് അസുരൻ്റെ ശിരസ് ഉടലും രണ്ടായിട്ട് മുറിച്ചു. പക്ഷെ അമൃത് ഭക്ഷിച്ചിരുന്നുകൊണ്ട് ശിരസ് ഉടലും വേറെയായെങ്കിലും രണ്ടിനും മരണമുണ്ടായില്ല എന്നാണ് ഐതിഹ്യം. അങ്ങനെ മരണമുണ്ടാകാതിരുന്ന ആ ശിരസ്സാണ് രാഹുറെന്നും ഉടലാണ് കേതൂറെന്നുമാണ് സങ്കല്പം. അപ്പോൾ ഇത് പാമ്പിനെയാണ് രാഹൂർ എന്ന് പറഞ്ഞാൽ, രാഹൂർ എന്ന് പറയുമ്പോൾ തന്നെ സൂചിപ്പിക്കുന്നത് പാമ്പിനെ. അപ്പോൾ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രാഹൂർ ദശാകാലത്ത് ജ്യോതിഷപരമായിട്ട് പറയുമ്പോൾ പട്ടിയിൽ നിന്നുള്ള ആക്രമണം പ്രതീക്ഷിക്കണം, പൂച്ചയിൽ നിന്നുള്ള ആക്രമണം പ്രതീക്ഷിക്കണം, പാമ്പിനെ സംബന്ധിച്ച ആക്രമണം പ്രതീക്ഷിക്കണം, മുള്ളൻ പന്നിയുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണം പ്രതീക്ഷിക്കണം, പഴുതാര, കടന്നൽ, തേനീച്ച, ചിലന്തി, എട്ടുകാലി, തേൽ, അട്ട, പുഴു, പല്ലി തുടങ്ങിയിട്ടുള്ള വിഷജന്തുക്കളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാവാം. ഇതാണ് രാഹുർ ദശാകാലത്തിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നായാടികൾ, വനവാസികൾ, അല്ലെങ്കിൽ നമ്മളുടെ ജാതീയ ചിന്തയിലൊക്കെ പണ്ടത്തെ കാലത്ത് പറയുമ്പോഴത്തേക്ക് താഴ്ന്ന ജാതിക്കാർ, ഇവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം വരിക, ഇവരുമായിട്ടുള്ള സൗഹൃദ ബന്ധമാകാം, അതല്ലെങ്കിൽ സംബന്ധമാവാം, അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തമാവാം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവുക. പിന്നെ വിഷവൃക്ഷങ്ങൾ, വിഷജന്യ പുകകളൊക്കെ വമിപ്പിക്കുന്ന വൃക്ഷം, ഇപ്പം കാഞ്ഞിരം പോലെയുള്ള, കാഞ്ഞിരത്തിനൊക്കെ വിഷമുണ്ടല്ലോ, അതുപോലുള്ള വൃക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ വൃക്ഷങ്ങളിൽ കെട്ടിത്തൂങ്ങി മരിക്കുക. അതുപോലെ തന്നെ ചർമ്മസംബന്ധമായ രോഗങ്ങൾ, ചൊറി, ചിരങ്ങ് പോലെയുള്ളവ ഉണ്ടാവുക. ഏതെങ്കിലും കുണ്ടുകുഴികളിലൊക്കെ വീണുള്ള അപകടങ്ങൾ, ആറ്റിൽ വീണുള്ള മരണം, ആറ്റിൽ വീണുള്ള മരണം, തോട്ടിൽ വീണുള്ള മരണം, തോട്ടിൽ വെച്ച് ഏതെങ്കിലും വിഷജന്തുക്കൾ നമ്മളെ ആക്രമിക്കുക. അതുപോലെ തന്നെ ആയുധം കൊണ്ടുള്ള മുറിവ്, രാജാവിൽ നിന്നുള്ള പ്രതികൂല ഘടകങ്ങൾ, രാജാവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഭരണകക്ഷി, ഭരണാധിപന്മാർ, നിയമപരമായിട്ടുള്ള പ്രതികൂലത, അതുപോലെ തന്നെ കള്ളന്മാരിൽ നിന്നുള്ള ശല്യം, പിന്നെ വിഷം കഴിച്ചു മരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അറിയാതെ വിഷം ഉള്ളിൽ പോവുക, അല്ലെങ്കിൽ കഴിക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ വിഷമയമാകുന്ന അവസ്ഥ, ബന്ധുക്കൾക്ക് നാശം സംഭവിക്കുക, നീചന്മാരുമായിട്ടുള്ള സംസർഗം മൂലം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ധനനഷ്ടം, മാനനഷ്ടം, അപഖ്യാതി, കേസ് വഴക്കുകൾ ഇവയൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ കാല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കാലിന് ഏതെങ്കിലും നീര് വരിക, വെരിക്കോസ് വരിക, കാലിന് മുടന്ത് വരിക, കാലിൻ്റെ മസിലുകൾക്കും പേശികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം സംഭവിക്കുക. അതുപോലെ ഏതെങ്കിലും ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന ഭംഗം ഉണ്ടാവുക, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക, കുഷ്ഠം, ചർമ്മരോഗം പറയുമ്പോൾ നമുക്ക് കുഷ്ഠം വരെ പറയാം. അത് രാഹുർ എങ്ങനെ നമ്മുടെ ജാതകത്തിൽ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ ഫലങ്ങളൊക്കെ വരാനിടയുള്ളത്. എങ്കിലും രാഹുർ ദശാകാലത്തിൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് പറയാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞു പോകുന്നതാണ്. ചിക്കൻ പോക്സ് വരിക,
അപസ്മാരം ഉണ്ടാവുക, ബന്ധനം, പോലീസ് ബന്ധനം, പോലീസ് പിടിച്ച് നമ്മൾ ജയിലിലാകുന്ന അവസ്ഥ, അതുപോലെ കൃമിശല്യം, കൃമി സംബന്ധമായിട്ടുള്ള ശല്യങ്ങൾ ഉണ്ടാവുക, പരാന്ന ഭോജനം, മറ്റുള്ളവർ നമുക്ക് തരുന്ന ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന അവസ്ഥ, പരഗൃഹവാസം, മറ്റുള്ളവരുടെ ഏതെങ്കിലും വീട്ടിൽ നമ്മൾ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതിപ്പോൾ വാടകയ്ക്ക് നമ്മൾ താമസിച്ചാലും ആ ഒരു ഫലം അതിൽ വരുന്നുണ്ട്. പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, പരവാഹന സഞ്ചാരം, മറ്റുള്ളവൻ്റെ വാഹനം കടന്നുകൊണ്ട് സഞ്ചരിക്കേണ്ടി വരിക, മറ്റുള്ളവൻ്റെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടാകുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭർത്താവുമായിട്ട് ബന്ധമുണ്ടാകുക, പരസന്താന ലാളനം, മറ്റുള്ളവൻ്റെ മക്കളെ സ്വന്തം മക്കളെ കരുതി പരിപാലിക്കേണ്ടി വരുന്ന അവസ്ഥ, ദത്തെടുക്കൽ, അതുപോലെ തന്നെ കൊതുകുജന്യ രോഗങ്ങൾ, കൊതുക് സംബന്ധമായിട്ടുണ്ടായിരുന്ന വൈറൽ രോഗങ്ങൾ, ഇവയൊക്കെ ഈ രാഹുർ ദശാകാലവുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന പ്രതികൂല ഫലങ്ങളാണ്. പ്രതികൂലമായിട്ട് രാഹുർ നമുക്ക് ദോഷകാരകനാണെങ്കിൽ, പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് ഫലങ്ങളാണ് നമുക്ക് വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം. പട്ടി, പൂച്ച, പാമ്പ്, മുള്ളൻ പന്നി, പഴുതാര, കടന്നൽ, തേനീച്ച, ചിലന്തി, എട്ടുകാലി, തേൾ, അട്ട, പുഴു, പല്ലി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വിഷജന്തുക്കളുമായി ബന്ധപ്പെട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. പൂച്ച മാന്താം, പട്ടി മാന്താം, തേനീച്ച കുത്താം, കടന്നൽ കുത്താം, ഇവയൊക്കെ വിഷമാണ്. ഇവയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം. പിന്നെ വിഷവൃക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ പുക ശ്വസിക്കുകയോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം ഒരു വൃക്ഷത്തിൻ്റെ അടുത്തൂടെ പോയി അതിൻ്റെ എന്തെങ്കിലും പൊടി വീണ് നമുക്ക് പൊള്ളി അലർജി ഉണ്ടാകുന്നു, അതും ഇതിലേക്ക് വരാം. നായ്ക്കറിന പൊടി വീണാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് രാഹുർ പ്രതികൂലാവസ്ഥയിൽ നിന്നാൽ വരുന്നത്. ഇനി രാഹുർ അനുകൂലാവസ്ഥയിലാണെങ്കിലും, ഈ അനുകൂലാവസ്ഥയിലാണെങ്കിൽ, രാഹുർ അനുകൂലാവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും വിപരീതം നമ്മൾ ചിന്തിച്ചാൽ മതി. പ്രത്യേകിച്ച് പട്ടി, പൂച്ച, മറ്റുള്ള ജീവികളുടെ ക്രയവിക്രയം കൊണ്ട്, വിൽപ്പന കൊണ്ടുള്ള ധനലാഭം, അല്ലെങ്കിൽ അവയുടെ തോലോ, അല്ലെങ്കിൽ അവയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തുക്കൾ, പാമ്പിൻ്റെ തോല്, ലെതറുകൾ, അതുപോലെ ലെതർ വസ്ത്രങ്ങൾ, ലെതർ ചെരുപ്പുകൾ, ബാഗുകൾ, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടത്തിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ താഴ്ന്ന വിഭാഗക്കാരിൽ മുഖേന നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ, വ്യാവസായികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ വിഷവൃക്ഷങ്ങളുടെ കച്ചവടം ലാഭത്തിലാകാനിടയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം, കുഴി അടയ്ക്കുക, കുണ്ടും കുഴിയൊക്കെ അടയ്ക്കുക, ആറ് നാഴം കൂട്ടുക, അല്ലെങ്കിൽ തോട് വെട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കോൺട്രാക്റ്റ് വർക്കുകളിലൂടെയുള്ള ധനാഗമം, കൂടുതലായിട്ടുള്ള ധനാഗമം. അതിന് നമ്മളൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ എന്താ പറയുക, നിധി കിട്ടുക എന്നൊക്കെ പറയും. നിധി കിട്ടുന്നതിന് തുല്യമായിട്ടുള്ള ഗുണം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, നീചപ്രവർത്തികളിലൂടെയുള്ള, നീചന്മാരുമായിട്ടുള്ള സഹവാസം മൂലം ധർമ്മച്യുതി വരുന്ന പ്രവർത്തനങ്ങളിലൂടെയുള്ള ധനലാഭം. പ്രത്യേകിച്ച് കള്ള് കാച്ചുക, അതായത് ബാർ അല്ലെങ്കിൽ കള്ള് ഷാപ്പ് നടത്തുന്നത്, ബാർ നടത്തുന്നത്, കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കച്ചവടങ്ങളിലൂടെയുള്ളൊരു നേട്ടങ്ങൾ. അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം, പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കുക. അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച്, പൊതുപ്രവർത്തന മേഖലയായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സ്ഥാനമാന ലബ്ധി. ഒന്നുമില്ലെങ്കിലും നമ്മളുടെ ഏതെങ്കിലും ഒരു സ്വാശ്രയ സംഘത്തിൻ്റെയെങ്കിലും പ്രസിഡൻ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മറിഞ്ഞു വരിക, അല്ലെങ്കിൽ സഹകരണ സംഘ സൊസൈറ്റിയുടെ തിരഞ്ഞെടുപ്പ് വിജയിക്കുക. ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച്, ഗ്രേഡ് അനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ചുള്ള സ്ഥാനമാനാദി ബഹുമാനാദി ലാഭം. അതോടൊപ്പം തന്നെ ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങൾക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നാലും അവ വിജയത്തിലെത്തും. അവ വിജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കാല് സംബന്ധിച്ചുള്ള രോഗദുരിതങ്ങൾക്ക് ഉള്ള ചികിത്സകളൊക്കെ ഫലവത്തായിട്ട് വരും. വധശിക്ഷയിലേക്ക് പോകുന്ന കാര്യങ്ങൾ, വധശിക്ഷ വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ലഭിക്കുന്ന തരത്തിലേക്ക് വരും. വാതരോഗത്തിന് ഒരു പരിധിവരെ ശമനം ഉണ്ടാകാനിടയുണ്ട്. പരസ്ത്രീ ബന്ധം എന്ന് പറയുന്നത്, പരപുരുഷ ബന്ധം എന്ന് പറയുന്നതൊക്കെ ഏകദേശം
നല്ല രീതിയിലൊരു വിവാഹത്തിൽ കലാശിക്കാം, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകാനിടയുണ്ട്. അപ്പോൾ രാഹു പ്രതികൂലമാകുന്ന അവസ്ഥയിൽ സ്ഥാനഭ്രംശം, വാഗ്ദോഷം, കാലിൻ്റെ നീര് രോഗം, അതുപോലുള്ള രോഗങ്ങൾ, പ്രവർത്തനഭംഗം, ഹൃദയരോഗം, കുഷ്ഠം, നേത്രരോഗം, വധശിക്ഷ, അതായത് രാഹു പ്രതികൂലമാകുന്ന ജാതകന് രാഹു ദശാകാലം വന്നാൽ ഇതൊക്കെ പ്രതീക്ഷിക്കാം. വധശിക്ഷയ്ക്ക് വിധേയമാക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ടി വരിക, വാദസംബന്ധമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുക, പകർച്ചവ്യാധികൾ ബാധിക്കുക, അതാണ് നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ബോക്സ്, അപസ്മാരം, അതുപോലെ തന്നെ ജയിൽ കഴിയേണ്ടി വരിക, ബന്ധനത്തിലാവുക, ക്രമിശല്യം ഉണ്ടാവുക, മറ്റുള്ളവർ തരുന്ന ഭക്ഷണം കഴിക്കുക, മറ്റുള്ളവരുടെ വീട്ടിൽ കിടക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ബലം പറഞ്ഞു. ഇനി രാഹു ഏതെങ്കിലും തരത്തിലുള്ള യോഗകാരകനാണെങ്കിലും ശുഭയോഗകാരകനാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള രാജകീയ സുഖഭോഗങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നാട്ടിൽ പ്രശസ്തി, പ്രസിദ്ധി, മാന്യത, ധനം, വീട്, വാഹനം, സൽകീർത്തി, എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും കിട്ടും. യോഗകാരകനാണെങ്കിൽ, ശുഭനാണെങ്കിൽ ഒക്കെ എല്ലാ തരത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വ്യാഴം നൽകി എന്ന് പറയുന്ന നേട്ടത്തേക്കാൾ കൂടുതൽ, അതിനേക്കാൾ കൂടുതൽ രാഹു നൽകും. രാഹു ശുഭനാണെങ്കിൽ, രാഹു നമ്മളെ സഹായിക്കുന്ന തരത്തിലാണ് നമ്മളുടെ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം ഉറപ്പാണ്. അതായത് നമ്മൾ ജോലി എടുക്കാതെ, വിയർക്കാതെ, അധ്വാനിക്കാതെ ഉള്ള ഒരു വൻ തുക, ഒരു വലിയ സംഖ്യ നമ്മുടെ കയ്യിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ രാഹുവിൻ്റെ ശുഭഭാവങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും പൊതുവേ പറഞ്ഞാൽ ജാതകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3, 6, 10, 11 ഭാവങ്ങളിലൊക്കെ ഏകദേശം രാഹു ശുഭനാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്നത്, 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്, 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്, 11-ാം ഭാവത്തിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ രാഹുവിനെ കൊണ്ട് ശുഭത്വം പറയാം. 8, 12 ഭാവങ്ങൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ദോഷവും നമ്മളെടുത്ത് പറയേണ്ടത്. രാഹു ദശാകാലം എന്ന് പറയുന്നത് 18 വർഷമാണെങ്കിൽ രാഹു ദശാകാലത്തിൻ്റെ ആദ്യ കാലഘട്ടം കുറച്ച് ദുഃഖമായിരിക്കും, മധ്യകാലത്തിൽ സുഖമായിരിക്കും, അന്ത്യത്തിൽ അവസാന കാലഘട്ടത്തിൽ പിതൃനാശം, സ്ഥാനഭ്രംശം പോലെയുള്ള ഫലങ്ങൾ കൂടെ ചേർന്ന് വന്നേക്കാം. അത് ജാതകപ്രകാരമുള്ള രാഹുവിൻ്റെ സ്ഥിതി, രാഹുവിന് മറ്റേതെങ്കിലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവയൊക്കെ കൂടെ പരിഗണിച്ച് വേണം പറയാൻ. ഞാനിതൊരു പൊതു അറിവിലേക്ക് വേണ്ടി പറയുന്നത് മാത്രമാണ്. അപ്പോൾ രാഹു ദശാകാലം എന്ന് പറയുന്നത് ആദ്യമൽപ്പം ദുഃഖം വന്നാലും മധ്യകാലത്തിൽ സുഖവും അന്ത്യകാലത്തിൽ പിതാവിന് നാശവും സ്ഥാനഭ്രംശവും ഫലങ്ങൾ പറയാവുന്നതാണ്. ഇതാണ് രാഹു ദശയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ പൊതുവെ ജാതകത്തിൽ കന്നി, ധനുവം, വൃശ്ചികം, കർക്കിടകം രാശികളിൽ രാഹു നിന്നാൽ രാജയോഗ തുല്യമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുമെന്നാണ് അഭിപ്രായം, ആചാര്യ മതം. ഏതൊക്കെയാണ്? കന്നി, ധനുവം, വൃശ്ചികം, കർക്കിടകം രാശികളിൽ രാഹു നിൽക്കുന്നുവെങ്കിൽ രാജകീയ തുല്യമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ, അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ എന്താ പറയുക, അധികാരപ്രാപ്തി, വാഹന ലാഭം, ഗ്രഹലാഭം, ആഭരണ ലാഭം. രാഹുവിൻ്റെ ശുഭനാണെങ്കിൽ എപ്പോഴും ഈ ജാതകൻ വസിക്കുന്ന, താമസിക്കുന്ന ദിക്കിൻ്റെ പടിഞ്ഞാറേ ദിക്കിൽ നിന്നായിരിക്കും ഗുണഫലങ്ങൾ ലഭിക്കുക. പടിഞ്ഞാറേ ദിക്കിലാണ് രാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നേടുവാൻ സാധ്യതയുള്ളതായിട്ട് ജ്യോതിഷത്തിൽ വിലയിരുത്തപ്പെടും. ഇനിയിപ്പം രാഹു ദോഷം അല്ലെങ്കിൽ രാഹു ദശാകാലം എന്ന് പറഞ്ഞാൽ 18 വർഷം എന്ന് പറഞ്ഞല്ലോ. ഈ 18 വർഷത്തിൽ എത്ര അപഹാരങ്ങളാണ് വരുന്നത് നോക്കാം. 18 വർഷത്തിൽ രാഹു ദശ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം 8 മാസം 12 ദിവസം ദശാനാഥനും രാഹുറാണ്, അപഹാരനാഥനും രാഹുറാണ്. ദശാനാഥനും രാഹുറാണ്, അപകാരനാഥനും രാഹുറാകുമ്പോൾ വരുന്ന ഫലങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാഹു ദശാകാലത്തിൽ നീരിവീഴ്ച സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാണ്ടായിട്ട് പൊതുവെ പറഞ്ഞാൽ, പ്രത്യേകിച്ച് കാൽമുട്ടിന് താഴേക്കുള്ള, കാലിൻ്റെ പിറകിൽ കാൽമുട്ടിന് താഴേക്കുള്ള വശങ്ങളിലുള്ള മസിലുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വേദന, ഞരമ്പ് വീക്കം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിൽ പോലും
അപഹാരം, അതായത് ഏത് ദശാനാഥനാണോ ദശാനാഥൻ ആ ദശാകാലത്ത് അദ്ദേഹം തന്നെ ദശാനാഥനും അപകാരനാഥനും ഒരാളാകുമ്പോൾ നമ്മൾ അപകാരം എന്ന് പറയാറുണ്ട്. അങ്ങനെ രാഹുർ തന്നെ അപകാരമായിട്ട് വരുന്നത് 2 വർഷം 8 മാസം 12 ദിനമാണ്. ഈ കാലഘട്ടത്തിൽ പൊതുവെ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളെന്ന് പറയുന്നത് രോഗദുരിതങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ നീരിവീഴ്ച രോഗദുരിതങ്ങൾ ഉണ്ടാവാം. ഏറ്റവും കുറഞ്ഞാണ് ഞാൻ പറഞ്ഞത് നീരിവീഴ്ച രോഗദുരിതങ്ങൾ, തൊട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരെ വരാം. അകാരണമായ കലഹങ്ങളുണ്ടാകും. ആ കലഹങ്ങളുടെ ഒരു പക്ഷത്ത് ഏതെങ്കിലും നാട്ടിൽ കൊള്ളരുതാത്തവൻ എന്ന മുദ്ര കുത്തപ്പെടുന്ന ആരെങ്കിലും ഉണ്ടായേക്കാം. ദുഷ്ടജനങ്ങൾ എന്ന് പറയുക. ഏതെങ്കിലും വിവാദ വിഷയങ്ങളിൽ പോയി ചാടിയേക്കാം. വേണ്ട സമയത്ത് വേണ്ടതുപോലെ വിശേഷ ബുദ്ധി പ്രകടിപ്പിക്കാൻ പറ്റാതെ ബുദ്ധിമാന്യം സംഭവിച്ചതുപോലുള്ള തീരുമാനങ്ങൾ എടുത്തേക്കാം. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. കേസും വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാറി നിൽക്കേണ്ടി വരും. അതൊരു ദൂരസഞ്ചാരമായിട്ട് മാറിയേക്കാം. പങ്കാളിക്ക് രോഗസാധ്യതയുണ്ട്. എപ്പോൾ രാഹുർദശാകാലം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം 8 മാസം 12 ദിനം അപകാരകാലത്തിൽ. ഇനി 2 വർഷം 8 മാസം 12 ദിനം അപകാരകാലം കഴിഞ്ഞു. മൊത്തം 18 വർഷമാണല്ലോ രാഹുർദശ. അതിൽ 2 വർഷം 8 മാസം 12 ദിനം കഴിഞ്ഞു. അതിനുശേഷം ആരുടെ അപകാരമാണ്? വ്യാഴത്തിൻ്റെ അപകാരമാണ്. അപ്പോൾ ദശാനാഥൻ ആരാണ്? രാഹുറാണ്. രാഹുർ തന്നെയാണ് ദശാനാഥൻ. രാഹുർ ദശാനാഥനായി ഇരിക്കുമ്പോൾ തന്നെ ബാക്കി അപകാര ഫലങ്ങൾ തരുന്നത് വ്യാഴമാണ്. അതെത്ര? 2 വർഷം 4 മാസം 24 ദിവസം വ്യാഴത്തിൻ്റെ അപകാരമാണ്. ഈ വ്യാഴാപകാര കാലത്തിൽ ആരോഗ്യപുഷ്ടി ഉണ്ടാകും. ശത്രുക്കൾക്ക് നാശം സംഭവിക്കും. സർക്കാർ അധികാരികളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ധനലാഭമുണ്ടാകും. പുത്രലാഭമുണ്ടാകും. ശരീരത്തിൽ ഒരു ഉന്മേഷവും ഉണർവും അത്യുത്സാഹം എന്നൊക്കെ പറയും. ഉത്സാഹം ഒക്കെ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. ഇനി വ്യാഴാപകാരം കഴിഞ്ഞാലോ 2 വർഷം 10 മാസം 6 ദിനം ശനി അപകാരം. ദശാനാഥനാര? രാഹുറാണ്. രാഹുറിൻ്റെ 18 വർഷ ദശാകാലത്തിനിടയിൽ വരുന്ന അപകാരങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ശനി അപകാരം എന്ന് പറയുന്നത് 2 വർഷം 10 മാസം 6 ദിവസം. എന്തൊക്കെയായിരിക്കും ഫലം? ദാമ്പത്യപരമായിട്ടുള്ള കലഹം, വേർപാട്, മരച്ചില്ലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ, വാതപിത്ത രോഗങ്ങളുടെ മൂർധന്യാവസ്ഥ, ബന്ധുക്കളുമായിട്ട് കലഹം അല്ലെങ്കിൽ കേസ് വഴക്കുകൾ, ദൂരദേശ ഗമനം, രോഗാരിഷ്ടത, ഇതിനാണ് സാധ്യതയുള്ളത്. ഇനി ശനി അപകാരം കഴിയുന്നു. അടുത്തതാരാണ്? ബുധാപകാരം. എപ്പോഴാണ്? എത്ര വർഷമാണ്? 2 വർഷം 6 മാസം 18 ദിവസം. ദശാനാഥനാരാണ്? രാഹുലാണ്. ആരാണ് അപകാരനാഥൻ? ബുധനാണ്. 2 വർഷം 6 മാസം 18 ദിവസം ബുധാപകാരം. എന്താ ഫലങ്ങൾ വരാൻ സാധ്യത? വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഗുണമാണ്. അല്ലെങ്കിൽ ജാതകനോ അവരുടെ മക്കൾക്കോ ഒക്കെ വിദ്യാഭ്യാസപരമായിട്ട് ജോലി കിട്ടുക, ധനലാഭം ഉണ്ടാവുക, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അധികാരികളുടെ പ്രീതി സമ്പാദിക്കുക, വിവാഹങ്ങളൊക്കെ നടന്നു മാറുക, കുടുംബത്തിൽ ബന്ധുചേർച്ച, വിവാഹ വിഷയങ്ങളിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ഫലത്തിലേക്ക് പോകും. ഇനി ഇത് കഴിഞ്ഞാൽ കേതുവാപഹാരമാണ്. 1 വർഷം 18 ദിവസം. ആ സമയം എന്ന് പറയുന്നത് കള്ളന്മാരെ കൊണ്ടുള്ള ശല്യം, മാനഹാനി, പുത്രന്മാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ട്, പുത്രനാശം, ധനനാശം തുടങ്ങിയിട്ടുള്ള ദോഷഫലങ്ങളിലേക്ക് പോകും. ഇത് കഴിഞ്ഞാൽ 3 വർഷം ശുക്രാപകാരമാണ്. ശുക്രാപകാര കാലത്തിൽ ശുഭനായിട്ടുള്ള ശുക്രനൊക്കെ ആണെങ്കിൽ ജാതകപ്രകാരം സ്ത്രീകൾ മൂലം വളരെ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. വിവാഹം നടക്കുക, സ്ത്രീകൾ മൂലം ധനലാഭം ഉണ്ടാകുക, സ്ത്രീകളുടെ ഇടപെടൽ കൊണ്ട് ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെയുള്ള ഫലങ്ങളിലേക്ക് പോകും. നീചനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ജാതകപ്രകാരം നീചനാണ് ശുക്രനെങ്കിൽ സ്ത്രീകൾ മൂലം വിവാദങ്ങളുണ്ടാകും. സ്ത്രീപഠന കേസിലോ അല്ലെങ്കിൽ സ്ത്രീകളെ എന്തെങ്കിലും മർദ്ദിച്ചെന്നോ അശ്വയം പറഞ്ഞെന്നോ എന്തെങ്കിലും ഒരു ഇല്ലാത്തൊരു കേസുമായിട്ട് നിയമപ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ടി വരും. അതുപോലെ തന്നെ വിവാഹം മുടങ്ങും. ശുഭനായ ശുക്രനാണെങ്കിൽ വിവാഹം നടക്കും. അതുപോലെ തന്നെ ഈ ശാരീരികമായിട്ടുള്ള ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാരീരിക ആവശ്യങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ ഏർപ്പെടും. അതായത് നമ്മളുടെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അപ്രതീക്ഷിതവും അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യും.
പ്രത്യേകിച്ച് രാഹുർ ദശയിലെ ശുക്രാപകാരം എന്ന് പറയുമ്പോൾ പാമ്പ് ഇരപിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നാവ് കൊണ്ടാണ്. ഏത് പാമ്പ് സഞ്ചരിക്കുമ്പോൾ അവൻ്റെ നാവ് പുറത്തേക്കിട്ടാണ് അവൻ്റെ സ്പേസൊക്കെ മനസ്സിലാക്കി പോകുന്നത്. അതുപോലെ തന്നെ സെക്സ് വിഷയങ്ങളിലും ഇവർ ഈ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ശുക്രാപകാരം എന്ന് പറയുന്നത് ശുഭനായിട്ടുള്ള ശുക്രൻ്റെ അപകാരമാണെങ്കിൽ വിവാഹലബ്ധി, വാഹനലാഭം, ഗൃഹലാഭം, കുടുംബമേന്മ, ശ്രേയസ് എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ നീചനായിട്ടുള്ള ശുക്രനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സ്ത്രീകൾ മൂലം കലഹം, പ്രശ്നങ്ങൾ, വഴക്ക്, കേസ്, വഴക്ക്, വിവാഹത്തിന് തടസ്സം, അല്ലെങ്കിൽ ദമ്പതികളാണെങ്കിൽ വേറെ നീക്കേണ്ടുന്ന അവസ്ഥ, അതുപോലെ തന്നെ ഏതെങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാരുമായിട്ട് ബന്ധം, പുരുഷന്മാർക്ക് സ്ത്രീയുമായിട്ട് ബന്ധം, ആ ബന്ധം എന്ന് പറയുന്നത് തന്നെ ജാതീയമായിട്ട് നോക്കുമ്പോൾ അല്പം താഴ്ന്നതായിരിക്കും. അതിലുള്ള ഇടപാടെന്ന് പറയുന്നത്, അതിലുള്ള ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ പോലുള്ള പതനസുരതാദി കർമ്മങ്ങളെന്ന് പറയും. അത്തരം കാര്യങ്ങളിലേക്കും നീണ്ടുപോകാനിടയും. ശുക്രാപകാരം കഴിഞ്ഞാൽ പിന്നെ വരും സൂര്യാപകാരം. 10 മാസം 24 ദിവസം സൂര്യാപകാരം. ഈ സമയത്ത് ദാനശീലം ഉണ്ടാവുക, ധർമ്മപ്രവർത്തികൾ ചെയ്യുക, ഏതെങ്കിലും കാര്യത്തിൽ ഭയം ഉണ്ടായാൽ തന്നെ അതിനെ മാറ്റിക്കൊണ്ടു പോകുവാനുള്ള ഒരു ആത്മബലം വർദ്ധിപ്പിക്കുക, ഏത് ഉപദ്രവങ്ങളെയും നശിപ്പിക്കുക, ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് ദുഃഖമുണ്ടാവുക, സഞ്ചാരശീലം വർദ്ധിക്കുക. ഇത് കഴിഞ്ഞാലോ ചന്ദ്രാപഹാരം. രാഹുർ ദശയിൽ ചന്ദ്രാപഹാരകാലം. എത്ര വർഷം? 1 വർഷം 6 മാസം. ഈ സമയത്ത് മാതൃദുഃഖം ഉണ്ടാകാം, മനോദുഃഖം ഉണ്ടാകാം, ദുഷ്കീർത്തി ഉണ്ടാവാം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുണ്ടാവാം, പ്രവർത്തന മണ്ഡലത്തിൽ തരം താഴ്ത്തലുണ്ടാവാം, അതുപോലെ തന്നെ അപമാനം, ഒരു മനസ്സിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഇത് കഴിഞ്ഞാൽ അവസാനമായിട്ട് രാഹുർ ദശയിൽ അവസാനമായിട്ട് കുജാപഹാരമാണ്. 1 വർഷം 18 ദിവസം. ഇതിലെ സഹോദരന്മാരുടെ വിരോധമുണ്ടാകാം, രക്തദോഷ സംബന്ധമായ രോഗമുണ്ടാകാം, അതിസാഹസ്യത കൊണ്ടുള്ള കഷ്ടനഷ്ടങ്ങളുണ്ടാകാം, കേസ് വഴക്കുകളുണ്ടാകാം, മൽപ്പിടുത്തം, ഇങ്ങനെയുള്ളൊരു സെക്ഷനിലേക്ക് പോകും. അപ്പോൾ 18 വർഷമുള്ള രാഹുർ ദശാകാലത്തിൽ ഉണ്ടാകാനിടയുള്ള ഗുണദോഷ ഫലങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ രാഹുർ നമ്മുടെ ജാതകത്തിൽ ശുഭനോ അശുഭനോ എന്നതിനെ ആശ്രയിച്ചാണ് ഗുണദോഷ ഫലങ്ങൾ വരുന്നത്. എന്നാൽ പോലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏകദേശ ഫലങ്ങൾ രാഹുർ ദശാകാലത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാം പറയണമെന്നില്ല, പറയുന്നതെല്ലാം അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഏതെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്പർശിച്ചു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുപോലെ തന്നെ രാഹുറുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ തന്നെ നീച ജാതി ജനനമെന്ന് പണ്ടുള്ളവർ പറയും. അതായത് നമ്മൾ ഇപ്പോൾ ഏത് വ്യക്തിയാണെങ്കിലും അവരെക്കാൾ താഴ്ന്നതെന്ന് അവർ വിചാരിക്കുന്ന, മറ്റുള്ളവർ വിചാരിക്കുന്ന, അവർ കരുതുന്ന ഏതെങ്കിലും ബന്ധത്തിലൊരു കുട്ടി ഉണ്ടാവുക. നമ്മുടെ ഇന്ന് പഴയ കാലത്ത് പറഞ്ഞാൽ ജാര സംസർഗം, ജാരസന്ധതി എന്നൊക്കെ പറയാറില്ലേ, അതുപോലുള്ള കുട്ടികൾക്ക് മാതാവോ പിതാവോ ആകേണ്ടി വരിക, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ ജാതി ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരുമായിട്ട് സഹവസിക്കേണ്ടി വരിക. അതുപോലെ തന്നെ അതൃപ്തി, ഏത് കാര്യത്തിലും അതൃപ്തി ഉണ്ടാകുക, സഞ്ചാരത്തിന് വളരെ താല്പര്യം, ഒരിടത്ത് ഇരിക്കുന്നതല്ല സഞ്ചരിക്കുന്നതിൽ വലിയ താല്പര്യം ഉണ്ടാകുക, അസത്യവാദം, ജയിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ് കോടതിയിൽ പോലും കള്ളം പറഞ്ഞ് അല്ലെങ്കിൽ നുണ പറഞ്ഞ് വാദിച്ച് ജയിക്കുക. അതുപോലെ തന്നെ ജന്തുക്കളുടേതായിട്ടുള്ള രീതിയിലുള്ള ചിന്താഗതികൾ, വൈകൃതങ്ങൾ, ജന്തു സംയോഗം, ഇങ്ങനെയുള്ള എന്താ പറയുക നീചമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ചിന്തകൾ വരിക. നടക്കുമ്പം കീഴ് നോക്കി നടക്കുക, നേരെ നോക്കില്ല, കഴുത്ത് നോക്കിയായിരിക്കും നടക്കുക. കപ്പലുമായിട്ടുള്ള ബന്ധം, കപ്പലുമായിട്ട് ബന്ധപ്പെടേണ്ടി വരിക, കഴുതയുമായിട്ട് ബന്ധപ്പെടേണ്ടി വരിക, ചെമ്മരിയാടുമായിട്ട് ബന്ധപ്പെടേണ്ടി വരിക, ഒട്ടകവുമായിട്ട് ബന്ധപ്പെടേണ്ടി വരിക. അതുകൊണ്ട് ഇതൊക്കെ വസിക്കുന്ന പ്രദേശങ്ങളിൽ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും കാര്യത്തിന് പോവുകയോ സന്ദർശിക്കാൻ പോവുകയോ അങ്ങനെയൊക്കെ പോകേണ്ടി വരിക. ഇരുട്ടറ തടവറ, ഏതെങ്കിലും കാരാഗ്രഹത്തിൽ പോകേണ്ടി വരിക. വേശ്യാസംഗമം, അതല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുള്ള പുരുഷന്മാരെ എന്താ പറയുക നിഷ്കളങ്കരാണ്, പരിശുദ്ധരാണ്, ഏകപത്നി വ്രതക്കാരാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രണയിക്കുകയോ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള വഞ്ചനയിലകപ്പെടുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ ഒരിക്കലും ചേരാത്ത ആളുകളുമായിട്ട് സംസർഗം ഉണ്ടാക്കിയിട്ട് അത്തരത്തിലുള്ള വ്യക്തികളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ട് അതിനെ ഉപേക്ഷിക്കേണ്ടി വരിക, അല്ല അലസിപ്പിക്കേണ്ടി വരിക. ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളും രാഹുർ ദശാകാലത്തിൽ വരാം. കള്ളക്കടത്ത് നടത്തുക, അഴിമതി നടത്തുക,
കള്ളസാക്ഷി പറഞ്ഞ് കാര്യം നേടുക, ഇങ്ങനെ വഞ്ചന, ചതി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും രാഹുവിനെ കൊണ്ട് എത്തിക്കാം. ഇതെല്ലാം രാഹു ദശാകാലത്ത് അനുഭവത്തിൽ വരാനിടയുള്ള ഗുണദോഷ ഫലങ്ങളാണ്. ഇതിലെങ്ങനെയാണ് ഗുണദോഷ ഫലങ്ങൾ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെയും ജാതകമനുസരിച്ചാണ് നമ്മളതിനകത്ത് ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന ശുഭാശുഭ ഫലങ്ങളെ മനസ്സിലാക്കിയിട്ട് തന്നെയാണത് പറയേണ്ടത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് രാഹു പിഴച്ചു പോയി എന്താ ചെയ്യാന്ന് ചോദിക്കാം. ജ്യോതിഷപരമായിട്ട് പരിഹാരം പറഞ്ഞാൽ രാഹു പിഴച്ചു പോയാൽ ശനിയാഴ്ച ദിവസം രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. രാഹു ക്ഷേത്രം എന്ന് പറയുമ്പം നമ്മൾ ആന്ധ്രാപ്രദേശിലുള്ള കാളഹസ്തി രാഹു ക്ഷേത്രമാണ്. നാഗർകോവിൽ ആയിട്ട് ബന്ധപ്പെട്ട് രാഹു ക്ഷേത്രമുണ്ട്. ഇതുപോലുള്ള ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പുറത്തുള്ള വെട്ടിക്കോട്, മണാറശാല അതുപോലുള്ള സർപ്പക്ഷേത്രങ്ങൾ. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏത് സർപ്പക്കാർ അവിടെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹു ശനിയാഴ്ച ദിവസം രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. ശനി വത് രാഹു എന്നാണ്. രാഹുവിനെ ശനിയെപ്പോലെ ചിന്തിക്കണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശനിയാഴ്ച ദിവസം രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. ഈ സമയങ്ങളിൽ നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. നീല നിറത്തിലുള്ള പട്ടുടയാടയിൽ നമ്മൾ വിഗ്രഹത്തെ ചാർത്തുന്ന ഒരു ഇതാണ്. നാഗപ്പത്തി രാഹുവിൻ്റെ വിഗ്രഹത്തിൽ ചാർത്താൻ പറ്റിയ ഒരു പട്ടുടയാടയിൽ വെള്ളി കൊണ്ടുള്ള നാഗപ്പത്തി, വെള്ളി ലോഹം കൊണ്ട് നിർമ്മിതമായ നാഗപ്പത്തി അതിൻ്റെ അകത്ത് വെച്ചിട്ട് അതിനോടൊപ്പം 4 മുഴ മുല്ലപ്പൂമാലയും കൂടെ ചേർത്ത് വെച്ച് ഒരു കുപ്പി എള്ളെണ്ണയും കൂടെ ചേർത്ത് വെച്ച് ശനിയാഴ്ച ദിവസം രാഹുകാല സമയത്ത് രാഹു ക്ഷേത്രത്തിലോ സർപ്പക്ഷേത്രത്തിലോ ദർശനം നടത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതുകൂടാതെ ഈ സമയത്ത് രാഹുകാല സമയത്തിനുള്ള പ്രാധാന്യം, ഈ രാഹുകാല സമയത്ത് ഈ സർപ്പക്ഷേത്രത്തിലോ രാഹുക്ഷേത്രത്തിലോ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് തിരികൊളുത്തി പ്രാർത്ഥിക്കുന്നതും രാഹുദോഷ പരിഹാരത്തിൻ്റെ പട്ടികയിൽ വരുന്നതാണ്. ഇതുകൂടാതെ ശനിയാഴ്ച ദിവസം രാഹുകാല സമയത്ത് നമ്മളീ പറഞ്ഞ പോലെ പട്ടും നാഗപ്പത്തിയും പട്ടും മുല്ലപ്പൂമാലയെല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം വെള്ളി കൊണ്ട് അല്ലെങ്കിൽ പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു നാഗമോതിരം, നാഗത്തിൻ്റെ രൂപത്തിലുള്ളൊരു മോതിരം നമ്മൾ നമ്മുടെ വിരലിൽ ധരിക്കുന്നതും ദോഷപരിഹാരമായിട്ട് നമുക്ക് വിവരിക്കാവുന്നതാണ്. ഇതാണ് രാഹു ദശാകാലത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കി പറയാനുള്ളത്. എന്നാൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വിശദമായിട്ട് 10-12 വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരും, അത്രയേറെ വിശദീകരിക്കേണ്ടി വരും. എങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ വളരെ ചുരുക്കി പറയുന്നു. ഇനി രാഹു ദശാകാലത്തെക്കുറിച്ചും രാഹുവിനെ കുറിച്ചുമാണ് കൂടുതൽ വിവരങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.